മുഖ്യമന്ത്രിയായി വി. ഡി. സതീശനെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കോൺഗ്രസില് മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകള് സജീവം. എംഎൽഎമാരുടെ പിന്തുണയില് മുന്നില് കെ. സി. വേണുഗോപാലിനാണെങ്കിലും ജനകീയ വികാരം കണക്കിലെടുത്താണ് വി. ഡി. സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. മുഖ്യമന്ത്രി കസേര കൈമോശം വന്ന കെ. സി. വേണുഗോപാല് മന്ത്രിസഭാ രൂപീകരണത്തില് പിടിമുറുക്കുമോ എന്നാണ് അറിയേണ്ടത്. തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്കൊപ്പം മുഴുവന് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ആലോചന. 21 അംഗ മന്ത്രിസഭയില് കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 11 മന്ത്രിമാരും സ്പീക്കറുമാവും ഉണ്ടാകുക. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതില് ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെ നിലപാട് മന്ത്രിസഭാ രൂപീകരണത്തില് നിർണായകമാകും. ആഭ്യന്തരവകുപ്പ് രമേശിന് നൽകി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ചെന്നിത്തല വിടിക്ക് കീഴില് മന്ത്രിയാകുമോ എന്ന കാര്യത്തില് വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം മാറിനിന്ന് തന്റെ അടുപ്പക്കാരെ പിന്തുണയ്ക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകള്. കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂര് രാധാകൃഷ്ണന്, കെ. മുരളീധരന് എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. എൻ. ശക്തന്, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം. ലിജു, മാത്യു കുഴൽനാടന്, എ.പി. അനിൽകുമാര്, ടി. സിദ്ദിഖ്, കെ. ജയന്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകള്. ഇതില് ഒരാള് സ്പീക്കറാകും. ജാതി-മത സമവാക്യങ്ങള് കണക്കിലെടുത്താകും മന്ത്രിസ്ഥാനത്തേക്കുള്ള പേരുകള് പരിഗണിക്കുക. മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകള് ചൂണ്ടിക്കാണിക്കുന്നത്. കേരള കോൺഗ്രസ് ഇതിനകം തന്നെ 2 മന്ത്രിസ്ഥാനം വേണമെന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോണ് സിഎംപിയിൽ നിന്ന് സി.പി. ജോണ് എന്നിവര് മന്ത്രിസഭയില് ഇടം പിടിക്കും. മാണി സി കാപ്പന്, കെ. രമ എന്നിവർക്ക് എൽ.ഡി.എഫിന്റെ മാതൃകയില് മന്ത്രിസ്ഥാനം വീതം വയ്ക്കുന്നത് ആലോചനയിലുണ്ടെന്നാണ് സൂചന. പി. കെ. കുഞ്ഞാലിക്കുട്ടി, കെ. എം. ഷാജി, എൻ. ഷംസുദ്ദീന്, പി. കെ. ബഷീര്, ആബിദ് ഹുസൈന് തങ്ങള് എന്നിവരാണ് ലീഗിന്റെ പരിഗണനയിലുള്ളത്. മോൻസ് ജോസഫ്, തോമസ് ഉണ്ണിയാടന് എന്നീ പേരുകൾക്കാണ് ജോസഫ് വിഭാഗത്തില് മുൻഗണന. അതേസമയം വി. ഡി. സതീശന് മുഖ്യമന്ത്രിയായതില് അമിതാഹ്ലാദം പ്രകടിപ്പിക്കാതെ കരുതലോടെ പ്രതികരിക്കുകയാണ് മുസ്ലിം ലീഗ്. പ്രഖ്യാപനം വന്നതോടെ ലീഗിനെതിരെ വിമർശനവുമായി SNDP-NSS നേതാക്കള് രംഗത്തുവന്ന പശ്ചാത്തലത്തിലാണ് ലീഗ് കരുതലെടുക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വി. ഡി. സതീശന് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് തുടക്കം മുതല് ഉറച്ചു വിശ്വസിച്ചിരുന്നത് കേരളത്തില് മുസ്ലിം ലീഗ് നേതാക്കള് മാത്രമാണ്. ആ നാടകങ്ങൾക്കിടയിലും നിലപാട് ജനകീയ വികാരമായി അടിക്കടി ഹൈക്കമാൻഡിനെ ലീഗ് നേതൃത്വം അറിയിച്ചു. സതീശന് മുസ്ലിം ലീഗിന്റെ നോമിനിയാണ് എന്ന് വരുത്തിത്തീർക്കാന് മറുഭാഗം ഇതോടെ ശ്രമം തുടങ്ങിയിരുന്നു. പക്ഷേ സാമുദായിക താൽപര്യമല്ല, ജനവിധിയാണ് പ്രധാനമെന്ന നിലപാടില് ലീഗ് ഉറച്ചുനിന്നു. പ്രഖ്യാപനമുണ്ടായതോടെ കരുതലോടെയായിരുന്നു ലീഗ് നേതാക്കളുടെ പ്രതികരണം. ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും കേരള ജനതയ്ക്കൊപ്പം ലീഗും അത് അംഗീകരിക്കുന്നുവെന്നുമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ലീഗിന്റെ മന്ത്രിമാരെ വൈകാതെ പ്രഖ്യാപിക്കുമെന്നും ലീഗ് പ്രതികരിച്ചു. ഇനി 5 വർഷം യുഡിഎഫിന്റെ ഭരണമാണ്, ജനവിധി മാനിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇതെന്നും അവര് പറഞ്ഞു. എന്നാല് ലീഗിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങള് നീങ്ങിയത് എന്ന ആക്ഷേപമുയർത്താനാണ് വെള്ളാപ്പള്ളിയും സുകുമാരന് നായരും ശ്രമിക്കുന്നത്. അവര് ശത്രുപക്ഷത്ത് നിർത്തുന്ന സതീശന് മുഖ്യമന്ത്രിയാകുന്നത് ഇരു സംഘടനകൾക്കും ഒട്ടും സ്വീകാര്യമല്ല എന്നതുതന്നെയാണ് കാരണം. ലീഗിന്റെ നിലപാട് മാത്രമാണ് സതീശനെ തുണച്ചത് എന്ന് പറയാനാകില്ല. പക്ഷേ ഒരു പങ്ക് ലീഗിനും അവകാശപ്പെട്ടതാണ്. മറുപങ്ക് കേരളത്തിലെ ജനവികാരം ദേശീയ നേതാക്കളെ വൈകിയെങ്കിലും അറിയിച്ച സുധീരനെപ്പോലുള്ള നേതാക്കൾക്കുള്ളതാണെന്ന് ലീഗ് നേതാക്കള് കരുതുന്നു. ഭരണത്തിലും ലീഗിന്റെ പിന്തുണ സതീശന് നിർണായകമാകും. അതേസമയം കേരള മുഖ്യമന്ത്രിയായി വി. ഡി. സതീശനെ പ്രഖ്യാപനത്തിനു പിന്നാലെ അതൃപ്തിയറിയിച്ച് കെ.സി. പക്ഷ എംഎൽഎമാര് രംഗത്തുവന്നിരുന്നു. മാനദണ്ഡം മറികടന്നെന്ന് കെ.സി. ഗ്രൂപ്പ് പ്രതികരിച്ചു. കെ. സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാത്തതില് തുറന്നടിക്കുകയാണ് കെ.സി. പക്ഷത്തെ എംഎൽഎമാര്. കേരളത്തില് കെ. സി. വേണുഗോപാലിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രചാരണമുണ്ടായി. ഇതിന് പിന്നില് ഒരു കേന്ദ്രം പ്രവർത്തിച്ചുവെന്നും കെ.സി. ഗ്രൂപ്പ് ആരോപിക്കുന്നു. ഇതേക്കുറിച്ച് പുതിയ മുഖ്യമന്ത്രിയും പാർട്ടിയും അന്വേഷിക്കണമെന്നും പഴകുളം മധു ആവശ്യപ്പെട്ടു. വി. ഡി. സതീശനുവേണ്ടി മുറവിളിയുണ്ടായി. വ്യാജമായി നിർമ്മിച്ച പൊതുബോധമാണ് ഇതിന് കാരണമെന്നും കെ.സി. പക്ഷം പ്രതികരിക്കുന്നു. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും കെ.സി. ഗ്രൂപ്പ് കൂട്ടിച്ചേർത്തു.